പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും ഈശോപ്പച്ചനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിജി. ഞാൻ മഞ്ഞപ്ര ഫൊറോന ചർച്ച് ഇടവക അംഗമാണ്. ഇത് എൻ്റെ അമ്മ, 2 മക്കൾ, പിന്നെ ഒരാൾ ചേച്ചിയുടെ മോളാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 30 ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 2 പ്രാവശ്യം അമ്മ വലിയ 2 അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ 2022 എൻക്ലക്സ് എക്സാമിന് വേണ്ടി ഡൽഹിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തലേദിവസം പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എക്സാമിന് പോണതിൻ്റെ അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ വന്ന് എനിക്ക് ഉടമ്പടി തൈലവും വെഞ്ചിരിച്ച തേനും തന്ന് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ എക്സാമിന് പാസ്സാവും, അമ്മ കൂടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ പോയി എക്സാം എഴുതി. എക്സാം നല്ല ഈസി ആയിരുന്നു. എനിക്ക് നല്ല ഈസിയായി ഫീൽ ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് എവിടെയൊക്കെയോ കണ്ട് നല്ല പരിചയം പോലെ തോന്നി. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തു. 4 ഹവേഴ്സിൻ്റെ എക്സാമാണ്. ഞാൻ 1.5 മണിക്കൂറിൽ ഫിനിഷ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. എനിക്ക് ഒരു നല്ല മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. 2 വീക്സൊക്കെ എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. 12 ഹവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ റിസൾട്ട് ഓൾറെഡി ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ 3 മണിയായപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ പാസ്സായി. അങ്ങനെ എനിക്കൊരു വലിയ ഒരു അനുഗ്രഹം തന്ന അമ്മ എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് അടുത്ത എൻ്റെ ഒരു വലിയ ടാസ്ക് ഓസ്കി എക്സാം ആയിരുന്നു. ഓസ്കി എക്സാമിന് അത് ഓസ്ട്രേലിയയിൽ ചെന്ന് എഴുതേണ്ട ഒരു എക്സാം ആയിരുന്നു. ഞാൻ അതത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ വിചാരിച്ചു പ്രാക്ടിക്കൽ എക്സാം. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ UAE-യിലായിരുന്നു. അപ്പം ഞാൻ നാട്ടിലും UAE-യിലും ഡൽഹിയിലൊക്കെ ആയിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഇത് കുഴപ്പമില്ല, പ്രാക്ടിക്കൽ എക്സാം അല്ലേ, ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, എനിക്കത് സാധിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പോയി എക്സാം എഴുതി. ഞാൻ പഠിച്ചൊന്നുമില്ല. ഞാനങ്ങനെ പോയി എക്സാം ഭയങ്കര കോൺഫിഡൻറ്റ്. എൻ്റെ ഒരു കഴിവിൽ ഞാൻ ആശ്രയിച്ച് ഞാൻ എക്സാം എഴുതി. അത് നല്ല രീതിയിൽ തോറ്റു. എനിക്കൊരുപാട് വിഷമമായി. ഞാൻ തിരിച്ചു വന്നു. ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് 2ാമത്തെ എക്സാമിന് രജിസ്റ്റർ ചെയ്തു. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി സൂമിലൊക്കെ ഇരുന്ന് ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ എക്സാമിന് ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം ചേച്ചി എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ മാതാവിനെ പറ്റി പറഞ്ഞു. ഭയങ്കര ചേച്ചി നല്ല ഭക്തയാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉടമ്പടി ഉപ്പ് തന്നു, പത്രം തന്നു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് മുതൽ അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എക്സാമിന് ഞാനപ്പോൾ 4 ദിവസത്തെ ഓഫിനാണ് എക്സാമിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. 4 ദിവസം 22 ആയിരുന്നു എൻ്റെ 21 രാത്രിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. 20 ഡ്യൂട്ടിക്ക് പോണേക്കാൾ മുന്നേ ഞാൻ എൻ്റെ വിസ എടുത്ത് നോക്കിയപ്പോഴത്തേനും വിസ 1 ഇയർ എക്സ്പയറി ഉണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വിസ സിംഗിൾ എൻട്രിയാണ്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം എൻട്രി ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റേത് മൾട്ടിപ്പിൾ എൻട്രി ആണ്. അപ്പോൾ എനിക്കൊരു വേറൊരു വിസയുടെ ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് വിളിക്കാവുന്ന ഫ്രണ്ട്സിനെയും എൻ്റെ കസിൻസിനെയും ഒക്കെ വിളിച്ചു. ഞാൻ ഇമിഗ്രേഷനിൽ വിളിച്ചു. ഒരു ഫോൺ എടുക്കണില്ലായിരുന്നു. VFSൽ ഞാൻ വിളിച്ചു. അവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ കുറേ ട്രൈ ചെയ്തപ്പോഴത്തേനും എനിക്ക് ഇമിഗ്രേഷനിൽ അവർ സാധാരണ ഫോൺ എടുക്കാറില്ല. എൻ്റെ കോൾ എടുത്തു. അവർ പറഞ്ഞു, ഇത് എന്ത് നാഷണാലിറ്റിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യനാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നോർമൽ പ്രോസസ്സിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് 15 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ല. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാൻ 21 എക്സാം അങ്ങനെ നോക്കിയിരുന്ന് എനിക്ക് വിസ വന്നില്ല. 22 ആയപ്പോൾ ഞാൻ എക്സാം സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു, ഞാനിനി എക്സാം ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് വിസ എൻ്റെ എക്സ്പയറി ആയി, എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് തോന്നി, ഇനി എന്തിനാ ജീവിക്കണേ, എന്നെ അങ്ങ് വെട്ടിയരിഞ്ഞ് കൊന്നുകളാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അപ്പം സാരില്ലാന്ന് തോന്നി എന്നെ ആശ്വസിപ്പിച്ചു. ഞാനത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇനിയിപ്പം ടെൻഷനായി ഇങ്ങനെ ഇരിക്കുക, ഞാനെന്നാൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് യൂട്യൂബൊക്കെ ഒന്ന് നോക്കിയൊന്ന് റിലാക്സ് ആവാമെന്ന് ഓർത്തിട്ട് ഞാൻ യൂട്യൂബ് എടുക്കുമ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അതിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ധ്യാനം മുഴുവൻ കരഞ്ഞ് ഞാനത് പങ്കെടുത്തു. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു.
ഞാനങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഉടമ്പടി ധ്യാനം കഴിഞ്ഞു ഞാൻ പിന്നെ തിരിച്ച് വന്ന് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വന്നെന്ന് ഞാൻ ഓർത്ത് ഇനിയിപ്പം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം, ഇനിയിപ്പോൾ അതിന് ഒരുപാട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ പൈസയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഖത്തർ എയർവേസ് ആവുന്ന അവർ വിളിച്ച് പറഞ്ഞു ടിക്കറ്റും ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നീ എത്ര ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നീ ഒന്ന് എണീക്ക്, നീ എന്തെങ്കിലും കഴിക്കുക, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ സീറ്റിൽ നിന്ന് ഇങ്ങനെ എണീറ്റ വഴി ഒരു അലേർട്ട് ഒരു മെസ്സേജിൻ്റെ അലേർട്ട് എനിക്ക് കിട്ടി. ഞാൻ ആ അലേർട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വിസ ഗ്രാൻറ്റഡ്. എനിക്കറിയില്ല എനിക്ക് വന്ന സന്തോഷം എന്താണെന്ന്. ഞാൻ ഒരുപാട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേനും ഞാൻ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ എനിക്ക് ടിക്കറ്റ് ഇല്ല. ഇപ്പം എനിക്ക് വിസ ഉണ്ട്, എനിക്ക് ടിക്കറ്റ് ഇല്ല. ഞങ്ങൾ ഒത്തിരി ട്രാവൽസിലൊക്കെ വിളിച്ചു ചോദിച്ചു, അവരൊന്നും ഒരു ഓപ്ഷനും ഇല്ല. ഞങ്ങൾ പിന്നെ ഒത്തിരി ട്രൈ ചെയ്തു. നെക്സ്റ്റ് 11 o'clock, അതായത് 22-ാം തീയതി 11 o'clock, 24-ാം തീയതി എക്സാം, 22-ാം തീയതി ഞങ്ങൾക്ക് ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് എനിക്ക് എൻ്റെ ചേച്ചി തന്നതൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെ എക്സാം എഴുതി. പക്ഷേ എക്സാം ഭയങ്കര ബുദ്ധിമുട്ട്. ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ഇത് പോയി അങ്ങനെ ഓരോ സ്റ്റേഷനും എനിക്ക് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ച് ഞാനിത് കഴിഞ്ഞു. അത് ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ഈ റിസൾട്ട് വേണ്ട, ഈ റിസൾട്ട് എങ്ങനെയെങ്കിലും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു, ഈ റിസൾട്ട് എങ്ങനെയും മിസ്സായാൽ മതിയായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ എക്സാം എഴുതിയതല്ലേ, അപ്പോൾ ഞങ്ങളുടെയും പോവില്ലേ, അപ്പോൾ അയ്യോ എന്നാൽ അങ്ങനെ വേണ്ട, എൻ്റെ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. എനിവേ ഞാൻ എക്സാം അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കിയില്ല. അപ്പം എല്ലാവരുടെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് എല്ലാവരും മെസ്സേജ് വിടുക. ഞാൻ നോക്കാതെ ഇങ്ങനെ അപ്പുറത്തെ മുറി പോയെന്ന് കരയുക. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, എടി നീ പാസ്സായി. ഹസ്ബൻഡ് ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കി, അപ്പം എന്നോട് പറഞ്ഞു എടി നീ പാസ്സായി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു അനുഗ്രഹം. അത് ഉടമ്പടി എടുക്കുന്നേക്കാൾ മുന്നേ അമ്മയുടെ ഉടമ്പടി ധ്യാനവും ഉടമ്പടി ഇതും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ തന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു വലിയ ടാസ്ക് എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര പാടാണ്. ഇംഗ്ലീഷ് ഞാൻ കുറച്ച് സംസാരിക്കും, പക്ഷേ എക്സാമിന് എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ 8 പ്രാവശ്യം ഞാൻ PT എക്സാം എഴുതി, അതിനൊക്കെ സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇനിയും എനിക്ക് ഇത് കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാതെ എനിക്ക് കിട്ടില്ല ഏട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ചേട്ടൻ പറഞ്ഞു ശരി നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ സൺഡേ പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 19 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അപ്പം ഞാൻ ഓർത്തു ഇതെന്താ 19. ഞാനപ്പം അന്ന് വൈകിട്ട് വന്നിട്ട് ഞാൻ ഈ ഡേറ്റുകൾ നോക്കി. അപ്പോൾ 22-ാം തീയതി എനിക്ക് തിരിച്ച് UAE പോകണം. 19-ാം തീയതിയിലത്തെ ഡേറ്റാണ് എനിക്ക് കാണിച്ചത്. ഞാൻ എടുത്ത് നോക്കി, ഞാൻ നോക്കുമ്പോൾ ഈ 19-ാം തീയതിയിലത്തെ ഡേറ്റ് ഒഴിച്ചിട്ട് ബാക്കി ഒരു ഡേറ്റും പിന്നെ ഉള്ളത് ഞാൻ പോകണേ എന്നാണ് ഒരു ഡേറ്റ് അവൈലബിൾ ആയിട്ട്. ഈ ഒരൊറ്റ ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാനപ്പം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇതെനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് തന്നെയാണ്. ഞാൻ വിശ്വസിച്ച് ഞാൻ ആ ഡേറ്റ് എടുത്തു. ഞാൻ എക്സാം എഴുതി 22-ാം തീയതി പോണേക്കാളും 22-ാം തീയതി ഫ്ലൈറ്റ് ഈവനിങ്ങിൽ പോണേക്കാളും മുന്നേ എനിക്ക് മെസ്സേജ് വന്നു, റിസൾട്ട് വന്നു എന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഇതിന് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ സമയമില്ല, ഈവനിങ്ങിൽ ഓൾമോസ്റ്റ് ടൈമായി പോകാനായിട്ട്. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ അമ്മേനെ കണ്ട് ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ പോയി അമ്മേനെ കണ്ട് നന്ദി പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ റിസൾട്ട് തുറന്ന് വീട്ടിൽ വെച്ച് തന്നെ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പം 65 ആണ് എനിക്ക് ശരിക്കും PTക്ക് സ്പീക്കിങ്ങിന് വേണ്ടത്. എനിക്ക് ഇതുവരെ 8 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല 65. ഈ 9ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എഴുതിയ എക്സാമിന് എനിക്ക് 76 മാർക്ക് ഉണ്ടായിരുന്നു. അത് ബാക്കി 4 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ സ്പീക്കിങ്ങിനായിരുന്നു. അങ്ങനെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു ഈ കാര്യത്തിലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോബ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ്. നമ്മൾ എത്ര അപ്ലൈ ചെയ്താലും കിട്ടില്ല. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു, എന്ത് ചെയ്താൽ കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോബ് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ അത് അറ്റൻഡ് ചെയ്തു, എനിക്കത് പാസ്സായി. അപ്പം ഞാൻ പെട്ടെന്ന് ഈ UAE നിന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ. അപ്പം എനിക്കിത് കിട്ടിയില്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ റിസൈൻ കൊടുത്തു. പക്ഷേ അതിൻ്റെ റെഫറൻസ് ചെക്ക് കഴിഞ്ഞപ്പോഴത്തേനും അത് റിജക്റ്റായി. അങ്ങനെ അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെ അപ്പം എൻ്റെ ജോലിയും പോയി. ഞാൻ എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. മാർച്ച് ആയപ്പോഴത്തേനും എനിക്ക് ഒരു ലേഡി, മേരി എന്ന് പേരുള്ളൊരു ലേഡി എനിക്കൊരു ഇമെയിൽ വിട്ടു. റിജി ഞങ്ങൾക്കിപ്പോൾ കറൻ്റ് ഇവിടെ വേക്കൻസി ഇല്ല, പക്ഷേ ഞങ്ങൾ നിൻ്റെ CV കുറച്ച് ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിലോട്ടൊക്കെ സെൻഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല മാം, സെൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അവരങ്ങനെ സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തേക്ക് വേറെ അപ്ഡേറ്റ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു, എനിക്കൊരു അപ്ഡേറ്റും ഇല്ല, എനിക്കൊരു ഇൻ്റർവ്യൂ കോളും ഇല്ല. അപ്പം ഞാൻ ഈ ലേഡിക്ക് വീണ്ടും ഇമെയിൽ വിട്ടു. ഞാൻ ഇന്ന ആളെ എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നീ നിൻ്റെ
ഡാഷ്ബോർഡിൽ പോയിട്ട് എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യ്, ഞാൻ ഒന്നോടെ വേറൊരു എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അവർ കോൺടാക്ട് ചെയ്ത് അപ്പം എന്നോട് വീണ്ടും മെസ്സേജ് വിട്ടു, ഞങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ദേ മേ കോൾ യു എന്ന് പറഞ്ഞ് ഇമെയിൽ വിട്ടു. പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നു, നോർത്തേൺ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നാണ് വന്നത്. ഇങ്ങനെ വേക്കൻസി ഉണ്ട്, ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ അപ്ലൈ ചെയ്തിട്ട് തിരിച്ചാ ലേഡിക്ക് എനിക്ക് വന്ന ഇമെയിലിന് റിപ്ലൈ കൊടുത്തു, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ ഇമെയിലിന് എനിക്ക് തിരിച്ചു വിട്ടു, ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ അപ്ലൈയിങ്, ഞങ്ങൾ ഐ ഹാവ് ഓൾറെഡി എ വേർഡ് ഫോർ യു ഇൻ മൈ മൈൻഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അപ്പോഴേ ആ നഴ്സ് മാനേജർ എനിക്ക് മെസ്സേജ് വിട്ടു, നിനക്കുള്ള വേർഡ് ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അമ്മയുടെ ഇടപെടലല്ലാതെ അതിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവർ എന്നെ അറിയില്ല, ജസ്റ്റ് എൻ്റെ ബയോഡാറ്റ അവർ സെൻഡ് ചെയ്ത് കൊടുത്തു. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന്. അങ്ങനെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ ആ ഇൻ്റർവ്യൂവിനാണെങ്കിൽ ഞാനിതുപോലെ വെഞ്ചിരിച്ച ഉപ്പ് വിതറി തൈലം മോണിറ്ററിലും കീബോർഡിലും മൗസിലെല്ലാം പൂശി ബൈബിളും കൊന്തയും കാശിരൂപം ഒക്കെ വെച്ചിട്ടാണ് അറ്റൻഡ് ചെയ്തത്. അവരെന്നോട് പറഞ്ഞു 4 ക്വസ്റ്റ്യനേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴേ എൻ്റെ മോണിറ്റർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഷട്ട് ഡൗൺ ആയിപ്പോയി. മീൻസ് സൗണ്ട് മാത്രം കേൾക്കാം, മോണിറ്റർ കംപ്ലീറ്റ് ബ്ലാക്ക് കളറായി. അപ്പോൾ ഞാനാകെ പാനിക്കായി. അപ്പം അവരെന്നോട് പറഞ്ഞു, റിജി നീ, ഞാൻ പറഞ്ഞു ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിന്നെ കേൾക്കാം, നീ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും എനിക്കൊന്നും അറിയില്ല, അതിൻ്റെ എന്താ ആൻസർ എന്ന് എനിക്കറിയില്ല, ഏത് രീതിയിലുള്ള ആൻസർ അവർക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഞാൻ ആൻസർ കൊടുത്തു. അപ്പോൾ തന്നെയും പിന്നെയും അവരെന്നോട് ചോദിക്കാൻ, നിനക്ക് എന്തെങ്കിലും വേറെ പറയാനുണ്ടോ, നീ പറഞ്ഞത് കറക്റ്റാന്ന് നിനക്ക് തോന്നണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തന്നെയും പിന്നെയും മറിച്ചും തിരിച്ചും അവർ ഒത്തിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, സിൻസ് ഐ ആം എ ന്യൂ സ്റ്റാഫ് എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു പുതിയ സ്റ്റാഫല്ലേ, ഞാൻ എൻ്റെ സീനിയേഴ്സിനോട് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഈ ഓർഡർ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ 2 മാസമായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ല. അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. അപ്പം ഞാൻ ഈ ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൽ ഞാൻ പോയിട്ട് അതിനകത്ത് ആരെങ്കിലും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടോയെന്ന് നോക്കിയിട്ട് ഒരാളുടെ നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ അവരെ മെസ്സഞ്ചർ വഴി കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ, ഞാൻ 2.5 മാസത്തോളമായി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്റ്റായി, പക്ഷേ വേറൊരു അപ്ഡേറ്റും എനിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഈ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ DP കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു, കൃപാസന മാതാവിൻ്റെ ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ, ഞാൻ കൃപാസന മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തന്നെയെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഈ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇത് കൃപാസന മാതാവിൻ്റെ സ്വന്തം ഹോസ്പിറ്റലാണ്, ഇവിടെ വരുന്നവരൊക്കെ കൃപാസന മാതാവിൻ്റെ ഭക്തരാണ്, അപ്പം മാതാവ് ഇങ്ങോട്ട് കൊണ്ടുതന്നെ, അപ്പോൾ ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2.5 മാസം 3 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവർ നോമിനേഷൻ അപ്രൂവൽ എനിക്ക് വന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ അപ്പം പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്, അപ്പം ഞാൻ എൻ്റെ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ വിസ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഇനി തന്നെ ചെയ്യേണ്ട, കാരണം ഇത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് ഒരു ഓഫർ കിട്ടിയത്, അപ്പം ഇനിയും ഈ വിസയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റിജക്റ്റ് ആയിപ്പോവും, അപ്പം നീ റിസ്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ അവർ 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇത്രയും പൈസ കൊടുക്കാനില്ല, മാതാവ് എൻ്റെ കൂടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. മാതാവ് തന്നെ എനിക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്ത് മാതാവ് തന്നെ ചെക്ക് ചെയ്ത് മാതാവ് തന്നെ എനിക്ക് വിസ അയച്ചതായോ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ കൂടെ ഇരുത്തി എൻ്റെ ഉടമ്പടി ഉപ്പൊക്കെ വിതറി, വെഞ്ചരിച്ച ഉപ്പും പിന്നെ കാശിരൂപം കൂടെ വെച്ചു, ബൈബിൾ എടുത്ത് വെച്ചു, തൈലം മോണിറ്ററിലും മൗസിലും കീബോർഡിലൊക്കെ പൂശി ഞാനും മാതാവും കൂടെ അപ്ലൈ ചെയ്തു. 1.5 മാസം കൊണ്ട് എനിക്ക് എൻ്റെ വിസ ഗ്രാൻഡായി, എനിക്കും എൻ്റെ ഫാമിലിക്കുമുള്ള വിസ ഗ്രാൻഡായി കിട്ടി. അതെനിക്കൊരു ഭയങ്കര മാതാവ് തന്ന അത്ഭുതമാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ഏജൻസി കൊടുത്തവർക്ക് പോലും 2.5 മാസത്തിൽ കഴിഞ്ഞിട്ടാണ്, ഇപ്പോഴും 5 മന്ത്സൊക്കെ ആയിട്ട് വിസ കിട്ടാത്ത പിള്ളേരുണ്ട്. ഞാനിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് മാതാവിൻ്റെ ഇടപെടലാണ്. അതുകൂടാതെ ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും എനിക്ക് നല്ല ജാസ്മിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഞാൻ വന്ന കാര്യം നടക്കുമെന്ന്. അതുകൂടാതെ ഒരു ദിവസം ഈ 2ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മിസ്സാവണുണ്ട്, 5 മണിക്ക് എണീക്കാൻ പറ്റണില്ല, ഞാൻ അലാറം ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവിന് പിണക്കമാണാവോ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ എൻ്റെ കൊന്തയിലാണ് ഞാൻ കാശിരൂപം ഇട്ടേക്കണേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ
എന്നോട് പിണക്കൊന്നുമില്ലെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ അടുത്തിട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ ഇത് എൻ്റെ ഹെഡ് എൻഡ് വെച്ചിട്ട് ഞാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ കൊന്ത വെച്ചോടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ മാതാവ് ഞാനൊരു പിന്നൊക്കെ കുത്തിയിട്ടേക്കണം, കാരണം കാശുരൂപത്തിൻ്റെ കുളത്തിച്ചിരി അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഊരി പോകുന്ന പേടിയതുകൊണ്ട് ഒരു പിന്ന് അതിൻ്റെ കാശുരൂപത്തുമ്പോൾ ഇങ്ങനെ അതിൻ്റെ സ്മോൾ ഹോളിൽ ഇട്ടിട്ടാണ് ഞാൻ വെച്ചേക്കണേ. മാതാവ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ അടുത്ത്, എൻ്റെ റൈറ്റ് സൈഡിൽ മാതാവ്. അപ്പം ഞാൻ രാവിലെ ദൈവമേ മാതാവേ എന്നോട് വഴക്കാണോ, ഇറങ്ങി പോയതാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണോ ഇറങ്ങി പോയതാണോ എന്ന് ഭയങ്കര സംശയം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ വന്നത്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല എന്ന്. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ 22-ാം തീയതി ഏർലി മോർണിംഗ് 12:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് നല്ല സാലറി തന്നെ, എനിക്ക് പ്രൊവിഷണൽ ഓഫർ ലെറ്റർ കിട്ടിയേക്കാളും നല്ല സാലറിയിലാണ് എൻ്റെ ലാസ്റ്റ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നേക്കണേ. പിന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കിട്ടിയേക്കണേ. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ വല്ല കെയർ ഹോമിലും ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ. കാരണം എനിക്ക് ICU എക്സ്പീരിയൻസാണ്. അപ്പം വാർഡിലൊക്കെ കയറിയിട്ട് ICUവിൽ കയറാമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിവേ ഫസ്റ്റ് എനിക്ക് റിജക്റ്റായി പോയത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് മാധവനോടും ഈശോപ്പച്ചനോടും ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നതിനെ ഓർത്ത്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടും ഈവനിങ് പ്രയറും ചെല്ലുമായിരുന്നു. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. പിന്നെ പിള്ളേർ എന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പ് കൊടുക്കും, തൈലം പൂശും. അങ്ങനെയൊക്കെയാണ് ഇവരെ വിടുന്നത്. വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി എല്ലാവരും കുരിശ് വരച്ച് എല്ലാവരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ചെല്ലുമ്പോൾ ലേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കുറേ പത്രം കൊടുക്കും. ബാക്കിത്തെ പത്രം പിറ്റേ ദിവസം തന്നെ ഞാൻ കൊടുക്കും. അതുപോലെ ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ മാതാവിൻ്റെ പത്രം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പല പള്ളികളിൽ നിന്നും ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഓരോരുത്തരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നി. എൻ്റെ മോൾ എപ്പോഴും എവിടെ മാതാവിൻ്റെ പത്രം കണ്ടാലും അവൾ എന്നോട് പറയും അമ്മയുടെ കൃപാസനം പത്രം എന്നും പറഞ്ഞുകൊണ്ട് അവളെന്നെ കാണിച്ചു തരും. ഞാൻ കണ്ടില്ലെങ്കിൽ അവളെന്നെ കാണിച്ചു തരും. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ അർഹതപ്പെട്ട കരങ്ങളിൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഞങ്ങളിങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നും കിട്ടി ഒരു ടേബിൾ അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ കുറേ പത്രം ഇരിക്കണ്ടായിരുന്നു. അത് ഞങ്ങൾ എടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ ഫാദറിലോ മദറും മരിച്ചിട്ടുണ്ട്. അപ്പം സിമിത്തേരി പോയി എന്നാൽ അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിലത്തിട്ട് ചവിട്ടിയിട്ടേക്കുക മാതാവിൻ്റെ പത്രം. അപ്പോഴത്തേനും കുഞ്ഞ് തന്നെ കണ്ടത്. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ എടുത്ത് പൊടിയൊക്കെ കളഞ്ഞ് തുടച്ച് ഞങ്ങൾ അത് അർഹതപ്പെട്ട കരങ്ങളിലോട്ട് കൊടുത്തു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്യണ എല്ലാവർക്കും ഞങ്ങൾ കഴിയുന്ന പോലെ ധനസഹായം കൊടുക്കാറുണ്ട്. പിന്നെ വെക്കേഷനൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ട് ഞാൻ കുറച്ച് ചിലവാക്കാറുള്ളൂ. ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് രോഗികളെയൊക്കെ സന്ദർശിക്കുമ്പോൾ ഞാൻ ആ പൈസ കൊണ്ടു കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ നിന്ന് തന്നെ ഒരു അറേഞ്ച്മെൻ്റായിട്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ ഞങ്ങളിപ്പോൾ വീട്ടിലായാലും പാവപ്പെട്ട മനുഷ്യരൊക്കെ എന്തെങ്കിലും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാത്തതാണെങ്കിലും മേടിക്കും. അവർക്ക് സഹായം ആവട്ടെ, അവർ വെയിൽ കൊണ്ടൊക്കെ നടക്കുന്നതല്ലേ എന്ന്. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്കും നെയ്ബേഴ്സും വീടിൻ്റെ അടുത്തൊരു അമ്മച്ചിയുണ്ട്, അമ്മച്ചീനെ എപ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ സഹായിക്കും. അങ്ങനെ ഉള്ള പ്രവൃത്തികളാണ് ഞങ്ങൾ ചെയ്യണേ. ഇത്രയും വലിയ കാര്യങ്ങൾ എനിക്കും ഞാൻ എൻ്റെ കുടുംബത്തിനും തന്നതിന് 1000 നന്ദി അമ്മയ്ക്കും ഈശോപ്പച്ചനും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. താങ്ക് യു. സങ്കീർത്തനങ്ങൾ 107 13 മുതൽ 16 വരെ തിരുവചനങ്ങൾ. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചിറഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. റിജി റോക്കി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ സാക്ഷ്യം ആദ്യ അവസാനം നമ്മൾ കേൾക്കുമ്പോൾ തുടർച്ചയായ ഞെരുക്കങ്ങളിൽ അമ്മ മാതാവ് കരം പിടിച്ച് എങ്ങനെ സംരക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നുവെന്ന് വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്.
മകൾ പറയുന്നുണ്ട്, ഓസ്കി എക്സാം എഴുതുവാൻ പോകുമ്പോൾ വിസ തീർന്നിരിക്കുന്നു. വലിയൊരു പ്രതിസന്ധിയായി, വലിയ പ്രതീക്ഷയോടെ എഴുതുവാനിരുന്ന പരീക്ഷ എഴുതുവാനാവാൻ പറ്റാത്തത്ര സങ്കടത്തിലേക്ക്, തകർച്ചയിലേക്ക് മകൾ മാറിയ അനുഭവം കണ്ണീരോടെ നമ്മോട് പങ്കുവച്ചു. എന്നാൽ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന് അത് പൂർത്തീകരിക്കുമ്പോൾ മകൾക്ക് വിസ കാര്യങ്ങൾ ശരിയാവുന്നതും പരീക്ഷ എഴുതുവാനും അവിടെ പരിഭ്രമത്തോടു കൂടി എഴുതിയ പരീക്ഷ നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ മകളെ അമ്മ മാതാവ് സഹായിച്ചതിനെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തി. PT എക്സാമുകൾ 8 തവണ പരാജയപ്പെട്ടുവെന്ന് ഏറ്റുപറഞ്ഞു. തൻ്റെ കഴിവ് പൂർണ്ണമായും പരാജയപ്പെട്ടത്, പഠിച്ചതൊന്നും തനിക്ക് ഉപകാരപ്പെടാതെ പോകുന്നത്, സ്പീക്കിങ്ങിന് ഒരിക്കലും ആ പ്രതീക്ഷിക്കുന്ന സ്കോറിലേക്ക് എത്താനാവാതെ ക്ലേശത്തിൽ കഴിയുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ കുറവുകളെ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്ത് പരീക്ഷ എഴുതുമ്പോൾ മകൾ പറയുന്നുണ്ട്, അന്ന് വരെ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത 76 മാർക്കോടുകൂടി മകളുടെ സ്പീക്കിങ്ങിൻ്റെ വിജയം നൽകി മകളുടെ മറ്റൊരു പഠന മേഖലയുടെ പൂർത്തീകരണത്തിന് അമ്മ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള വഴികളൊക്കെ അടഞ്ഞുപോയി. ആ അടയുന്ന സാഹചര്യത്തിലും അമ്മ മാതാവ് തന്നെ മകൾക്ക് കൂട്ടായി വരുന്നതും, ഓസ്ട്രേലിയയിലേക്കുള്ള ആദ്യത്തെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമ്പോൾ മറ്റൊരു വ്യക്തിയിലൂടെ അത് നിരന്തരം പ്രോസസ്സ് ചെയ്യുവാനും, അത് ഒട്ടും വിചാരിക്കാതിരുന്ന നാളുകളിൽ മകൾക്കത് ഓപ്പണിംഗ് ലഭിക്കുവാനും സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. അവിടെയും പ്രതിസന്ധി മാറിയില്ല. മകൾ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂ പങ്കെടുത്ത് ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മോണിറ്റർ ഓഫായിപ്പോയി. അത് അടുത്തൊരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഞെരുക്കങ്ങളുടെ കാലത്ത് നിങ്ങൾ ദൈവത്തോടുള്ള ആശ്രയം എങ്ങനെ സൂക്ഷിക്കുന്നു? ഈ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഉടമ്പടി എടുത്തു എന്നത് എല്ലാം സ്മൂത്തായി എന്നർത്ഥമില്ല. ഉടമ്പടിക്കാലത്ത് നമുക്ക് ഞെരുക്കങ്ങളുണ്ടാവാം, ഉടമ്പടിക്കാലത്ത് നമുക്ക് രോഗങ്ങളുണ്ടാവാം, ഉടമ്പടിക്കാലത്ത് നമുക്ക് തകർച്ചകളോ അവിചാരിതമായ ജീവിത ക്ലേശങ്ങളോ ഉണ്ടായെന്നിരിക്കാം. ഈ ജീവിതത്തിൻ്റെ നമ്മൾ ആഗ്രഹിക്കാത്ത, ഒരുപക്ഷെ നന്നായി ജീവിച്ചിട്ട് എന്തേ ഇത്ര സങ്കടമെന്ന് നാം തന്നെ തമ്പുരാനോട് ചോദിച്ചു പോകുന്ന ഈ ക്ലേശകാലത്ത് നമ്മളെങ്ങനെ ദൈവത്തോടുള്ള വിശ്വസ്തതയും അവനിൽ ആശ്രയിച്ചുള്ള ജീവിതവും പ്രത്യാശയോടെ നയിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൈവം ഉരച്ചു നോക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അടിയുറപ്പോടെ നിൽക്കുന്നൊരു ജീവിതം നമുക്കുണ്ടോ? അതോ ആളിക്കത്തുന്ന പതിര് പോലെ നാം ഇങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയും ഒരു ക്ലേശമുണ്ടാകുമ്പോൾ ഉലഞ്ഞുടയുകയും ചെയ്യുന്നവരായി പോകുന്നവരാണോ? ഉടമ്പടിയിൽ എപ്പോഴും പരിശോധിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആസ്തിയും വിശ്വസ്തതയുടെ ബലവുമാണ്. എത്ര കണ്ട് നിനക്ക് വിശ്വസ്തതയോടുകൂടി ജീവിതത്തിൻ്റെ ഏത് വൈപരീത്ത അനുഭവങ്ങളിലും നിലനിൽക്കുവാൻ സാധിക്കുന്നുവെന്ന് മകൾ പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ മോണിറ്റർ മുഴുവനും ഡാർക്കാകുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർ പറയുന്നുണ്ട്, നിൻ്റെ സ്വരം കേൾക്കാം, നീ സംസാരിച്ചോളൂവെന്ന്. അതൊരു പ്രതീക്ഷയായി സംസാരിക്കുമ്പോൾ 4ാമത്തെ ചോദ്യം വന്നിട്ട് ഉത്തരമൊന്നുമില്ല. 4 ചോദ്യങ്ങളേ ഉള്ളൂ, 4ാമത്തെ ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. സാധാരണ ഏതൊരു ഇൻ്റർവ്യൂവിലും അവസാനം പറയുന്നതാണ് നമ്മുടെ പെർഫോമൻസിന് എപ്പോഴും മെറിറ്റായിത്തീരുന്നത്. മകൾക്ക് പറയുവാൻ ഉത്തരമില്ലാതെ നമ്പായി പോകുമ്പോൾ മകൾക്ക് അമ്മ മാതാവ് കൊടുത്ത ഒരു ഉത്തരമാണ്, ഞാൻ പുതിയതല്ലേ, കൂടെയുള്ളവരോട് ചോദിച്ച് ഞാൻ ചെയ്തോളാം. ഇതൊരു ഉത്തരമല്ല, അതൊരു എക്സ്ക്യൂസാണ്. ആ എക്സ്ക്യൂസ് പോലും മകൾക്ക് ഉത്തരമായി തീരുകയും മകൾക്ക് വിസ അനുവദിക്കുകയും ആദ്യം പ്രൈവറ്റ് ആശുപത്രി നിഷേധിച്ചത് ഗവൺമെൻറ് സർവീസിലേക്ക് മകൾക്ക് ജോലിക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യുന്നുവെന്നാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും നമ്മളെ ക്ലേശകാലത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണെന്ന് എപ്പോഴും ചിന്തയുണ്ടാവണം. മകൾ പറയുന്നുണ്ട്, ഞാനും കുടുംബവും ഈ അടുത്ത ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിലേക്ക് ഒരുപക്ഷെ സ്വപ്നം നഷ്ടപ്പെട്ടിരുന്ന കാലത്ത് നിന്നും അമ്മ മാതാവ് കരം പിടിച്ചുയർത്തി ഞങ്ങളെ ആ നാട്ടിലേക്കിന്ന് ജോലിക്ക് വേണ്ടി മികച്ച ശമ്പളത്തോടു കൂടി എത്തിക്കുകയാണ്. ഉടമ്പടി നമുക്കെപ്പോഴും ജീവിത അവസ്ഥകളിൽ ഉയർച്ച തരും, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, ജീവിതം കടന്നു പോകുന്ന ഞെരുക്കങ്ങൾക്ക് അറുതി ഉണ്ടാക്കും. പ്രത്യാശയുടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ അനുഗ്രഹം അനുഭവിക്കുവാൻ നമുക്ക് അവസരങ്ങൾ ഒരുക്കിത്തരും. മകൾ പറയുന്നുണ്ട്, എനിക്ക് നേട്ടങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമല്ല അമ്മയുടെ സന്നിധിയിൽ നന്ദിയോടെ നിൽക്കുന്നത്, അമ്മയുടെ സുഗന്ധാഭിഷേകത്തിൽ അമ്മ എനിക്ക് സാന്നിധ്യം അറിയിച്ചതുകൊണ്ട്,
അമ്മയെ ആഗ്രഹിച്ച് ജീവിച്ച നാളുകളിൽ അമ്മ എൻ്റെ കൂടെ നിന്ന് ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചും ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ചും ഈ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അമ്മ സഹായിച്ചതിനാണ് എൻ്റെ ഉടമ്പടി എനിക്ക് അനുഗ്രഹമായി എന്ന് പറയുവാൻ കാരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കണം. ഇപ്പോൾ ക്ലേശവും ദുഃഖവും ഞെരുക്കവും മാത്രമേ ഉള്ളുവെങ്കിൽ ഉടമ്പടി നമുക്ക് നഷ്ടമായെന്നല്ല, ഉടമ്പടിയിൽ നമ്മളെ ഉരുക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഉരുകിത്തീരുമ്പോൾ ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് ഉയർത്തുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി പ്രത്യാശയോടെ വിശ്വസ്തതയുള്ള ജീവിതം കൊടുത്ത് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ദൈവം കണ്ണടച്ചിരിക്കില്ല, ഒരിക്കലും അമ്മ മാതാവ് കരം വിട്ട് കളയില്ല. നമ്മൾ അമ്മയുടെ കരുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമ്മ ചേർത്ത് പിടിച്ച് തിരുക്കുമാരൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ നൽകിക്കൊണ്ടിരിക്കും. ആ പ്രത്യാശയുള്ള പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും ആത്മീയ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.